ഇന്ന് നമുക്ക് നല്ല നാടൻ ഇലയട ഉണ്ടാക്കിയാലോ? ഞാൻ ഗോതമ്പ് വെച്ചിട്ടാണ് ഈ അട ഉണ്ടാക്കിയിട്ടുള്ളത്. ശർക്കരയും തേങ്ങയൊക്കെ നന്നായി വരട്ടിയെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇലയടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കരയും തേങ്ങയും വരട്ടിയെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 4 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വേഗം മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഇത് നമുക്കിങ്ങനെ ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടയ്ക്ക് എപ്പോഴും തേങ്ങ നന്നായിട്ട് തന്നെ വേണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേന്ത്രപ്പഴം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണം എന്നില്ല. എനിക്ക് അത് കടിക്കുന്നത് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് പഴുത്ത പഴമാണെങ്കിലും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴമൊക്കെ ഒന്ന് വാടി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കാം. ഞാനിതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മൈദപ്പൊടി താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. മുഴുവനായിട്ടും ഗോതമ്പ് പൊടി തന്നെ എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തിയെടുക്കാം. അതിൽ തന്നെ ഇല എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂണോളം നമ്മുടെ മാവ് ചേർത്ത് കയ്യിൽ വെള്ളം നനച്ച് ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ടിത് ഒരു സൈഡിൽ നമ്മുടെ മിക്സ് വെച്ചിട്ട് ഇതുപോലെ അടച്ചെടുക്കാം. ഇനി നമുക്കൊരു ആവിച്ചെമ്പിൽ വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇഡ്ഡലിച്ചെമ്പിലോ ആവിച്ചെമ്പിലോ ഏതിലായാലും കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും. വെന്താൽ ഇതുപോലെ ഇലയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും.